പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെ ആയിരുന്ന ദൈവത്തിനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം രേഖപ്പെടുത്തി. ചില പരിഭാഷകളൊക്കെ അതിനെക്കാട്ടി കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കാണാൻ കഴിയും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. നാം ഈ വായിച്ച ദൈവവചന ഭാഗം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ വേദപുസ്തകത്തിനകത്തെ അതിപ്രധാനമായൊരു വാക്യമാണ്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിനകത്ത് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്തതും പറയാതെ ഇരിക്കാൻ കഴിയാത്ത, എപ്പോഴും പറഞ്ഞു പോകുന്ന, നാവിൻ തുമ്പിലിരിക്കുന്ന, മനസ്സിൽ സൂക്ഷിക്കുന്ന, ഹൃദയത്തിൽ അടച്ച് പൂട്ടി വെച്ചിരിക്കുന്ന, സുരക്ഷിതമായി ഭദ്രമായിട്ട് വെച്ചിരിക്കുന്ന ഒരു നല്ല തിരുവെഴുത്താണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ഹല്ലേലൂയ. രക്ഷകനായിരിക്കുന്ന കർത്താവിനെ അവിടെ വെളിപ്പെടുത്തുന്നുള്ളതാണ് സ്തോത്രം. ഹല്ലേലൂയ. ഒരു രക്ഷകൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അതിനകത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് മുഖാന്തരം സകല മാനവരാശിക്കും ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു ഉള്ള യാഥാർത്ഥ്യം വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവവചനം ഞാനും നിങ്ങളും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരമായി ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. ആ യേശു കർത്താവിനെ ലോകം മുഴുവൻ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം എന്താണ്? രക്ഷകനായിരിക്കുന്ന കർത്താവിനെ നാം മനസ്സിലാക്കുക, രക്ഷകനായിരിക്കുന്ന കർത്താവിലൂടെ നാം രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി മനുഷ്യൻ ഒരുപാട് സ്വയപ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ്റെ സ്വയപ്രയത്നങ്ങളൊന്നും ഹല്ലേലൂയ സ്വർഗപ്രാപ്തിക്ക് നിഷ്പ്രയോജനമാണ്. ഹല്ലേലൂയ. നിഷ്പ്രയോജനമായ കാര്യങ്ങളാണെന്ന് മനുഷ്യൻ ഗ്രഹിക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം പാപത്തിന് പരിഹാരം നൽകുവാൻ ഹല്ലേലൂയ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വന്ന് മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപത്തിന് പരിഹരിക്കുവാൻ കഴിയുന്നവൻ രക്ഷകനായ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു രക്ഷകന് മാത്രമേ പാപമോചനം നൽകാൻ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് പാപമോചനം നൽകാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സൃഷ്ടമായ ദൈവമാണ് പാപമോചനം നൽകുന്നത്. സൃഷ്ടികൾക്കൊരിക്കലും പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പാപത്തിൽ നിന്ന് പരിഹാരം നേടി പാപത്തിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിനകത്തെ അതിപ്രധാനമായ കാര്യമാണ്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള രക്ഷയും രക്ഷകനെക്കുറിച്ചും യേശുക്രിസ്തുവിലുള്ള നമുക്കുള്ള വീണ്ടെടുപ്പിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നതിൻ്റെ കാരണം പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരാൻ സമയമായി. ഈ ഭൂമിയിലുള്ള സകല ജനങ്ങളും സ്വർഗത്തിൽ കാണണമെന്ന് പിതാവ് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനും ജീവിച്ച് നിത്യ നരകത്തിലേക്ക് പോകുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുന്ന, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിനും സൃഷ്ടിച്ച സകല മനുഷ്യരും രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച് പാപത്തിന് പരിഹാരം വരുത്തി പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് സ്വർഗത്തിൽ ആ സ്വർഗീയ പരദീസയിൽ ദൈവത്തോടൊപ്പം വസിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ, പാപം പരിഹരിക്കാത്തിടത്തോളം കാലം, പാപത്തിൽ നിന്ന് മോചനം നേടാത്തിടത്തോളം കാലം, പാപത്തെ നമ്മൾ ഏറ്റുപറഞ്ഞ് രക്ഷകനായിരിക്കുന്ന കർത്താവിനെ നാം വിശ്വസിക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും രക്ഷ ലഭിക്കുകയില്ലെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നതാണ് ബൈബിൾ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ബൈബിളിനെ നമ്മൾ വിശ്വസിക്കാൻ കഴിയണം. ബൈബിൾ ഹല്ലേലൂയ. മതഗ്രന്ഥങ്ങൾ ഹല്ലേലൂയ, ഒരുപാട് മതഗ്രന്ഥങ്ങൾ
മതഗ്രന്ഥങ്ങളുണ്ട്. നമ്മളെല്ലാം മതഗ്രന്ഥങ്ങൾ അവരെ വിശ്വസിക്കുന്നവരാണ്. എല്ലാ ഉപദേശങ്ങളും നമ്മൾ കേൾക്കുന്നവരാണ്. എല്ലാ ഉപദേശവും നമ്മൾ ഒരിക്കലെങ്കിലും കേൾക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് രക്ഷകനായിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ. അപ്പം മനുഷ്യന് സ്വയമേ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. മനുഷ്യന് സ്വയം രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. നമ്മുടെ പാപത്തിന് സ്വയം പരിഹാരം വരുത്തുവാൻ മനുഷ്യന് കഴിയത്തില്ല. സ്തോത്രം. നമ്മുടെ പാപത്തിന് നമുക്ക് സ്വയം രക്ഷ നേടുവാൻ കഴിയത്തില്ല. അതിനും ഒരു രക്ഷകൻ ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ പാപപരിഹാരത്തിന് വേണ്ടി പല പ്രവൃത്തികളും ചെയ്യാറുണ്ട്. അതുകൊണ്ട് യെശയ്യാവിൻ്റെ പുസ്തകം 64-ാം അധ്യായം അതിലെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. അല്ലെങ്കിൽ എന്ന് വളരെ ശ്രദ്ധേയമായ രീതിയിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അതേപോലെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടൊരു പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 64-ാം അധ്യായം നാം വായിക്കുമ്പോൾ, പാപം ചെയ്തു പോയ മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനമില്ലാതെ, പാപത്തിൽ രക്ഷയില്ലാതെ, പാപത്തിൻ്റെ അവസ്ഥയിൽ കിടന്ന മനുഷ്യൻ നിലവിളിക്കുകയാണ്. ആ നിലവിളിയാണ് അവിടെ കേൾക്കുന്നത്. അല്ലെങ്കിൽ ആ നിലവിളിയിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എഴുതിയിരിക്കുന്ന സ്തോത്രം വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലാണ് ഭക്തൻ യെശയ്യാവ് വിളിച്ചു പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഫ്രേസരോട്. ഹല്ലേലൂയ. അപ്പം നമുക്ക് മരത്തിലെ വൃക്ഷത്തിലെ ഇല വാടിപ്പോകുന്നത് പോലെ ഇസ്രായേൽ വാടിപ്പോകുന്നു, ജനം വാടിപ്പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ച് കളയുന്നതാണ്. ആ വചനത്തിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ഒന്ന് വന്ന് ആ വചനം വിശ്വസിക്കുമ്പോഴാണ് പ്രിയരെ ആ വചനത്തിൻ്റെ മാധുര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നാം ദൈവവചനത്തെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാതെ ദൈവവചനത്തെ നാം അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവവചനത്തെ നാം കേൾക്കണം. ഹല്ലേലൂയ. പ്രവാചകൻ പറയുന്ന, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതിരിക്കുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവാചകൻ്റെ എഴുതിയ പുസ്തകം നാം വായിക്കുമ്പോൾ പ്രാരംഭ അധ്യായങ്ങളിൽ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവസന്നിധിക്ക് മടങ്ങി വരണം. ദൈവസന്നിധിക്ക് മടങ്ങി വന്ന് രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷ പ്രാപിക്കണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ്. ഈ രക്ഷയെക്കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ കാലം തൊട്ട് മാത്രമല്ല പറയുന്നത്. ഈ രക്ഷയെക്കുറിച്ച് പഴയ നിയമം മുഴുവൻ പറയുന്നുണ്ട്. പഴയ നിയമത്തിലെല്ലാം യേശു ക്രിസ്തുവിൻ്റെയുള്ള രക്ഷയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നത് പുതിയ നിയമത്തോട് അനുബന്ധമായി മാത്രം നിലകൊള്ളുന്നതല്ല, പക്ഷെ പുതിയ നിയമത്തിൽ പൂർണ്ണമായും വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മനസ്സിലാകാത്ത പല കാര്യങ്ങളും നമുക്ക് പുതിയ നിയമത്തിലൂടെ സുവിശേഷങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, ചരിത്ര പുസ്തകമായിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിലൂടെ, ഹല്ലേലൂയ, പ്രവചന ഗ്രന്ഥമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലൂടെ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് അനുഭവിക്കുവാനുള്ള രക്ഷയെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇതൊക്കെ ആരാണ് വെളിപ്പെടുത്തി തരുന്നത്? പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തി തരുന്നത്. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, ഞാൻ എല്ലാ ദിവസങ്ങളും പറയുന്ന പോലെ ലോകം പാപത്തിൻ്റെ പിടിയിലാണ്. ലോകം പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുകയാണ്. ഇവിടെ ജനിച്ചു വളരുന്ന സകല മനുഷ്യരും പാപജടത്തിലും പാപ സ്വഭാവത്തിലും പാപത്തിൻ്റെതായ അടിമത്തത്തിലുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പാപിയായ മനുഷ്യൻ്റെ നീതിപ്രവർത്തികൾ കൊണ്ട് ഒരിക്കലും സ്വർഗത്തിൽ എത്തുവാൻ കഴിയില്ല എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ യേശു കർത്താവിൽ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പം പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഒരു രക്ഷകനെ നമുക്ക് ആവശ്യമാണ്. ഒരു പാപിക്ക് തന്നെ പാപത്തിൽ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. ഒരു പാപിക്ക് തന്നെ പാപം പരിഹരിച്ചിട്ട് ഇനിയും ഒരു പാപിക്ക് വേണ്ടി മറ്റൊരു പാപിയായ മനുഷ്യൻ
ആ മനുഷ്യൻ്റെ പാപം മോചിക്കാൻ പറ്റത്തില്ല. കാരണം ഭൂമി ജനിച്ചിരിക്കുന്ന സകല മനുഷ്യരും പാപികളാണ്. ഭൂമി ജനിച്ചിരിക്കുന്ന സകല മനുഷ്യരും പാപികളാണ്. അപ്പം പാപിയായ ഒരു മനുഷ്യന് മറ്റൊരു പാപിയുടെ പാപം പരിഹരിക്കാൻ കഴിയത്തില്ല, മറ്റൊരു വ്യക്തിയുടെ പാപമോചനം കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയരെ, പാപത്തിന് പരിഹാരം നൽകി പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് രക്ഷ തന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ രക്ഷകനായിരിക്കുന്ന കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സ്തോത്രം, ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും, ഭൂമി എൻ്റെ ഹല്ലേലൂയ വായിൻ വചനങ്ങളെ ആമേ കേൾക്കുക, ഭൂമി എൻ്റെ വായിൻ വചനങ്ങളെ കേൾക്കുക. അപ്പം നമ്മൾ ദൈവവചനത്തിലേക്ക് വരണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം രക്ഷ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു രക്ഷകനെ ആവശ്യമാണ്. പ്രൈസലോട്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സ്തോത്രം, അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രൈസലോട്. അല്ലേ ആമേൻ. അല്ലേ പത്രോസ് അടക്കമുള്ള അപ്പോസ്തലന്മാർ ഈ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പ്രിയരേ, ഈ വചനത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആമേൻ. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. വളരെ ആധികാരികമായിട്ട് സംസാരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവ് പിതാവി, ഇന്നു പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വളരെ ആധികാരികമായിട്ട് പ്രസ്താവിക്കുകയാണ്, ആധികാരികമായിട്ട് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾക്കൊരു രക്ഷ ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമാണ്. നിങ്ങൾ കടന്നു പോകുന്ന ദുരന്തം പിടിച്ച അനുഭവങ്ങൾ, ദുരന്ത സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് പാപത്തിന് വിടുതലില്ലാതെ പാപമുഖാതെ രോഗത്തിന് നടുവിൽ അകപ്പെട്ട് ജീവിതം നിരാശയുടെ നടുവിലൂടെ, കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന സുഹൃത്തെ, എന്നെ കേൾക്കുന്ന പിതാവി മാതാവി, നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമാണെന്ന് ആ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവിലൂടെ മാത്രമേ നിങ്ങൾക്ക് പാപത്തിന് പരിഹാരം ലഭ്യമാകുകയുള്ളെന്നാണ് സ്തോത്രം ദൈവവചനം വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അപ്പം നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമാണ്. അതേപോലെ രക്ഷകനില്ലാതെ, അല്ലെങ്കിൽ ഒരു രക്ഷകനില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതിന് ഉദാഹരണം പറഞ്ഞ സ്തോത്രം, നിങ്ങളൊക്കെ ഈ അമ്മയല്ലേ കുടുംബസ്ഥരായിരിക്കുന്നവരുടെ പറയട്ടെ, കുടുംബസ്ഥരായിരിക്കുന്നവർ, ഈ കുടുംബസ്ഥരാകാനിരിക്കുന്നവർക്കും കൂടെ ഒരു ഉദാഹരണം പറയാം. കാരണം നിങ്ങളുടെ വ്യത്യസ്ത 2 കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ജനിച്ച് വളർത്തപ്പെട്ടവർ നിങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് സന്തതികളുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന മക്കളെ ചെറുപ്രായം തൊട്ട് അതിനെ സംരക്ഷിച്ച് അതിനെ വളർത്തിയെടുത്ത് അതിനെ സ്വയം തിരിച്ചറിവാകുന്നിടം വരെ, സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിയുന്നവരെ പ്രാപ്തനാക്കി എടുക്കുന്നിടം വരെ അല്ലെങ്കിൽ ഒരു രക്ഷകനെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അപ്പോൾ ആ രക്ഷകൻ്റെ ആവശ്യം ആരാണ് അവർക്ക് രക്ഷകരായി നിൽക്കുന്നത്? അവരുടെ മാതാപിതാക്കളാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം മാതാപിതാക്കൾ എന്ത് ചെയ്യും? കുട്ടികൾ പോകുന്ന വഴികളെക്കുറിച്ചും അവർ ചെയ്യുന്ന രീതികളെക്കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. തെറ്റ് കണ്ട തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും, പാപത്തെ പാപമാണെന്ന് പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ. നമ്മൾ കുട്ടികൾക്ക് ദോഷം വരുന്ന ഏത് കാര്യങ്ങൾ കണ്ടാലും അത് തെറ്റാണ്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ഒരു രക്ഷകന്റെ സ്ഥാനത്തൊരു മാതാവും പിതാവും നിലകൊള്ളുന്നത് പോലെ, പ്രിയരെ, പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി നിന്നുകൊണ്ട് നമ്മോട് പറയുന്നത്, സ്തോത്രം, നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമാണ്. ആ രക്ഷകനായിരിക്കുന്ന യേശുവിലൂടെ മാത്രമേ പാപത്തിന് പരിഹാരമുള്ളെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ. അപ്പം നമ്മളെ സംരക്ഷിക്കാൻ നമുക്കൊരു രക്ഷകൻ ആവശ്യമാണ് പ്രിയരെ. അതുകൊണ്ട് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ച ദൈവവചനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. വായിച്ച വചനം എന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ നാം ദൈവത്തിൻ്റെ വചനത്തിന് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ദൈവവചനത്തെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പാപസ്വഭാവങ്ങളില്ലാതെ നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ എത്രമാത്രം നിങ്ങളെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. സ്തോത്രം. രക്തം ചെയ്യും.
ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പ്രിയരെ, മരുഭൂമി, പഴയ നിയമകാല മരുഭൂമിയിൽ ഹല്ലേലൂയ പിച്ചള സർപ്പത്തെ നോക്കിയവർക്കൊക്കെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ആമേൻ നമുക്ക് സ്തോത്രം ഹല്ലേലൂയ പഴയ നിയമത്തിൽ പാടിക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പിച്ചള സർപ്പത്തെ നോക്കിയവർക്കെല്ലാം ഹല്ലേലൂയ ജീവൻ തിരിച്ചു കിട്ടി. എന്നാൽ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് ഹല്ലേലൂയ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് താൽക്കാലികമായ ജീവനല്ല, നിത്യജീവനാണ് കിട്ടുന്നത്. ഹല്ലേലൂയ. അപ്പം പിച്ചള സർപ്പത്തെ നോക്കിയവർക്കൊക്കെ ജീവൻ തിരിച്ചു കിട്ടി. ഹല്ലേലൂയ സ്തോത്രം. അന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്കെല്ലാം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവനാണ് ലഭിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ ഏത് കുടുംബത്തിൽ പിറന്നാലും, ഏത് ജാതിയിൽ പിറന്നാലും, ഏത് രാജ്യത്തിൽ പിറന്നാലും, ഏത് വംശത്തിൽ പിറന്നാലും, ഏത് ഗോത്രത്തിൽ പിറന്നാലും, ഏത് ഭാഷക്കാരനായിരുന്നാലും ഹല്ലേലൂയ നിങ്ങൾക്ക് രക്ഷ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ രക്ഷ ആവശ്യമായതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം. ആമീൻ. കർത്താവിൻ്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കേൾക്കുവാൻ സമയമായി. ദൈവം തൻ്റെ മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാഹളം സ്വർഗത്തിൽ ആമീൻ മധ്യാകാശത്തിൽ മുഴങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവവചനം എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ശക്തമായിട്ട് ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പം രക്ഷ ആവശ്യമാണ്. മനുഷ്യൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടൊന്നും രക്ഷ നേടാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പം കാണുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 49 അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ 7 ആമേൻ സ്തോത്രം 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. ഇത് ആമേ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങൾ വായിക്കുമ്പോൾ ഈ വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവ സാന്നിധ്യം, ദൈവിക രക്ഷ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്ന് പറഞ്ഞ പ്രിയരെ, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് അത്യന്താപേക്ഷിതമാണെന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പക്ഷെ പണം കൊണ്ടോ അധികാരം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും അത് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോടാനുകോടി രൂപയുള്ളത് കൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്നില്ല. നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് നമ്മുടെ ആത്മാവിന് വീണ്ടെടുപ്പില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രതാപം കൊണ്ടോ നമ്മുടെ അധികാരം കൊണ്ടോ നമ്മുടെ പാരമ്പര്യം കൊണ്ടോ ഒന്നും ഹല്ലേലൂയ നമ്മുടെ വീണ്ടെടുപ്പില്ലെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന്, അഴിഞ്ഞു പോകുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. കാരണം ക്രിസ്തു എന്ന നിർദോഷം കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണെന്നാണ് വേദപുസ്തകത്തിനകത്ത് പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചു വരും. പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് ചില ഭാഗം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട് ഹല്ലേലൂയ ആമേൻ സ്വന്തം പ്രയത്നങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട് രക്ഷകനായിരിക്കുന്ന കർത്താവിലേക്ക് മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്ത്, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി, എന്നെ കേൾക്കുന്ന സ്നേഹിത, കാലങ്ങൾ എത്രയായി താങ്കൾ കഷ്ടത അനുഭവിക്കുന്നു, കാലങ്ങൾ എത്രയായി കണ്ണുനീരനുഭവിക്കുന്നു, കാലങ്ങൾ എത്രയായി ദുഃഖവുമായി നടക്കുന്നു, കാലങ്ങൾ എത്രയായി പാപത്തിന്റെ പാണ്ടക്കെട്ടും ചുമന്നുകൊണ്ട് ഈ ഭൂമി ജീവിക്കുന്നു. ഇന്നു പകൽ നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പാപത്തിന്റെ പാണ്ടക്കെട്ടിനെ നിങ്ങൾ ഇറക്കി വെച്ചിട്ട് ഹല്ലേലൂയ രക്ഷകനായിരിക്കുന്ന യേശുവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം മനുഷ്യൻ ഏകദേശം തിരിച്ചറിവായി. ഹല്ലേലൂയ. തിരിച്ചറിവായി ആ മനുഷ്യൻ ജീവിതത്തിൻ്റെ ഈ ലോകത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പാപത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ മനുഷ്യൻ ജീവിതം ആരംഭിക്കുന്നിടം തൊട്ട് ഹല്ലേലൂയ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടോ ആ വയസ്സ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളും ഒരു പാണ്ടക്കെട്ട് പോലെ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്.
അവയെ നമ്മൾ എടുത്ത് കളയണം. ഹല്ലേലൂയ, രക്തം ചെയ്യും. അപ്പം നമ്മുടെ പാപത്തെ നാം ഹല്ലേലൂയ മാറ്റണം. പാപത്തിൽ നാം രക്ഷ പ്രാപിക്കണം. പാപത്തിൽ നമ്മൾ മോചനം പ്രാപിക്കണം. സ്തോത്രം. അതിനേക മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഹല്ലേലൂയ പിതാവിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പിതാവിൻ്റെ കൽപ്പന പ്രകാരം പിതാവ് തൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? മാനവകുലത്തെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ആ സ്വർഗീയ പർദീസ മനുഷ്യന് നൽകുവാൻ വേണ്ടിയിട്ടാണ്. അപ്പം വിശ്വസിക്കുന്നവർക്കാണ് ഈ ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ദൈവത്തിന് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു അധികം മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി മാറി. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാൻ വിചാരിക്കാതെ ഹല്ലേലൂയ ആ സ്വർഗീയ പദവിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ ഈ താണ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളുടെ ആ പദവിയൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ നിങ്ങൾക്ക് ഒരുപാട് പദവിയും അധികാരങ്ങളും ഒക്കെ കാണും. ഹല്ലേലൂയ ആ പദവിയും അധികാരങ്ങളൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് രക്ഷകനെ നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ കണ്ട പിതാവായി ദൈവത്തെക്കുറിച്ച് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ രേഖപ്പെടുത്തിയ വചനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ യേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ ദാസരൂപമെടുത്തുന്ന സ്വതന്ത്രം ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യം തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഹല്ലേലൂയ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണനായി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും മതോലോകരുടെയും മുഴങ്കാലോ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായി ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്നാണ്. അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ ആദ്യകാലത്തിൽ നമുക്ക് പോകാൻ സമയമില്ല, ചെറിയ കുറച്ച് സമയങ്ങളിലേ ഉള്ളൂ. അതുകൊണ്ട് നാം ഈ ദൈവത്തിനൊക്കെ വായിക്കുമ്പോൾ പിതാവ് നമുക്ക് നൽകുന്ന രക്ഷ ഹല്ലേലൂയ അത് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകുന്ന രക്ഷ ഞാൻ നിങ്ങൾ അനുഭവിക്കാൻ കഴിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അപ്പം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പണം കൊണ്ടോ അധികാരം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും രക്ഷ സാധ്യമല്ല. സമ്പന്നനായ ഒരാൾ ജാമ്യം നിങ്ങൾക്ക് നിന്നാലും ഒരാത്മാവിനെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. ചരിത്രകാർ വേദപഠിതാക്കളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതേ സമ്പന്നനായിരിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി ജാമ്യം നിന്നാലും മനുഷ്യൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ കഴിയത്തില്ലെന്ന്. സ്തോത്രം. വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ ഭയം ഉണ്ടായിരിക്കണം. അതെ, പാപിയായ മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാത്തടത്തോളം കാലം ആ മനുഷ്യൻ ലഭിക്കാൻ പോകുന്ന നിത്യമായ നരകമാണ്. ഹല്ലേലൂയ. നരകത്തിൽ ഈ ലോകത്തിലെ സുഖങ്ങൾ ഇവിടെ അനുഭവിച്ചതിൻ്റെ എത്രയോ മടങ്ങ് കഷ്ടപ്പാടുകളാണ് നരകത്തിൽ അനുഭവിക്കേണ്ടത്. ആ നരകത്തിൽ നരകയാതന അനുഭവിക്കുവാൻ ഇടയാകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് രക്ഷകനായിരിക്കുന്ന കർത്താവിനെ കുറിച്ച് ലോകത്തോട് ബൈബിൾ പ്രസിദ്ധപ്പെടുത്തുന്നത്, ബൈബിൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, ബൈബിൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു പണലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പണം ഉണ്ടാക്കാനൊന്നും അല്ല, രക്ഷകനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. സ്തോത്രം. പലരും സുവിശേഷത്തെ ബിസിനസ്സാക്കി മാറ്റുന്നവരുണ്ട്, പണലാഭമാക്കി മാറ്റുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥ ദൈവത്തിൻ്റെ വചനം സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുക എന്ന് പറഞ്ഞ് പണത്തെ കണ്ടുകൊണ്ടല്ല, പണത്തിന് വേണ്ടിയിട്ടല്ല, ഒരു പാപിയുടെ രക്ഷയ്ക്ക് വേണ്ടി രക്ഷകനെ വെളിപ്പെടുത്തുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഭാവിയുടെ രക്ഷയ്ക്ക് രക്ഷകൻ ആവശ്യമാണ്. ഞാൻ ആദ്യം ഓർമ്മിച്ചല്ലോ, നമുക്ക് നമ്മുടെ കുഞ്ഞുകുട്ടികളെ വലം കൈ പിടിച്ച് നടത്തുവാൻ ഒരാൾ വേണം. നമ്മുടെ മാതാവ് വേണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വീഴുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവരെ വല്ല ഇടജാതികളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ജീവികളോ ഒക്കെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചെന്നവരാ, അല്ലെങ്കിൽ അവരെവിടെയും ചെന്ന് വീണെന്നവരാ. നമുക്കറിയാം, കഴിഞ്ഞ ഈ 2021 കാലഘട്ടങ്ങൾ നോക്കുകയും എത്രയോ കുഞ്ഞുങ്ങളാണ് വെള്ളത്തിൽ വീണ് മരിച്ചത്, എത്രയോ കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്, എത്രയോ കുഞ്ഞുങ്ങളെയാണ് വന്യമൃഗങ്ങൾ കടിച്ചു കീറുവാൻ പിടിച്ചു ചിന്താനായിട്ട് വന്നത്.
അതിനൊരു ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? സ്തോത്രം. ആമിൻ്റെ ഒരു രക്ഷകനെ അവിടെ ഒരുങ്ങുന്നുണ്ട്. പലപ്പോഴും തലമുടി നാരിഴയ്ക്ക് ചില അപകടങ്ങളിൽ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി, പിതാവി, നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തിൻ്റെ നിമിഷങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. പലപ്പോഴും മരണം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. മരണം നിങ്ങളെ കവർന്നെടുക്കുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെയെല്ലാം നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും അല്ല. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ദൈവം സമയങ്ങളിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുപക്ഷെ മനുഷ്യനെ പോലും ദൈവം ഒരുക്കി വെക്കുന്നുണ്ട്. ചില സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില വ്യക്തികൾ വന്ന് നമ്മളെ അവിടെ ആ പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ അപകടത്തിൽ വിടുവിക്കും. അപ്പം നമ്മൾ പറയാറുണ്ട്, പലരും പറയും ഒരു ദൈവദൂതൻ്റെ സാന്നിധ്യമാണെന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഈ ലോകം സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വിടുവിച്ച കർത്താവിനെ നിങ്ങൾ എത്രമാത്രം നന്ദി പറയണം. പ്രൈസലോട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധത്തുള്ള പറയട്ടെ, സ്തോത്രം. മരണകരമായ അനവധി സാഹചര്യങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടിട്ടുണ്ട്. സ്തോത്രം. മരണം എൻ്റെ കൺമുമ്പിൽ ഇനി മരിച്ച് മുമ്പോട്ട് ജീവിതമില്ല എന്ന് ചിന്തിച്ച് ചില സമയങ്ങളുണ്ട് ജീവിതത്തിൽ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ദൈവദൂതൻ ഇടപെടുന്നത് പോലെ തന്നെ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ ദൈവദിനം പ്രസംഗിക്കുന്നത്. സ്തോത്രം. പ്രിയരേ, ഇത് പണത്തിന് വേണ്ടി പ്രസംഗിക്കുന്നതല്ല, സ്ഥാനത്തിനും മാനത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി അവൻ പ്രസംഗിക്കുന്നതല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭൂമി ജീവിക്കുവാൻ അർഹതയില്ലാതെ ഇരുന്ന് മരണം മാത്രം മുമ്പിൽ കണ്ട ചില സമയങ്ങളിൽ എനിക്ക് രക്ഷ തന്ന് എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത, പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷകനായ കർത്താവിൻ്റെ ജീവിതത്തിൽ വന്ന് ആ രക്ഷയുടെ അനുഭവം തന്ന്, രക്ഷയുടെ സന്തോഷം തന്ന് എനിക്ക് നിത്യമായ ജീവന സ്വർഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആ യേശുവിൻ്റെ സാന്നിധ്യം, എന്നെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നത്. അനുഭവത്തിലൂടെയാണ് പ്രസംഗിക്കുന്നത്. വലിയ സ്തോത്രം. അനുഭവത്തിലൂടെയാണ് ദൈവത്തിനെ പ്രസംഗിക്കുന്നത്. കാരണം പണ്ടേ ഒരുപിടി മണ്ണായി പോകേണ്ട സാഹചര്യം, പണ്ടേ ഒരുപിടി മണ്ണിനകത്ത് അലിഞ്ഞു ചേരേണ്ട ജീവിതം. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ പാപത്തിന് പരിഹാരി എൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം ബുദ്ധി കൊണ്ടോ എൻ്റെ പണം കൊണ്ടോ അധികാരം കൊണ്ടോ എൻ്റെ ആരോഗ്യം കൊണ്ടോ ഒന്നും എനിക്ക് നേടിയെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ, മറ്റൊരു മനുഷ്യനും എൻ്റെ പാപത്തിന് പരിഹാരം നൽകാൻ കഴിയാതെ വന്നപ്പോൾ, ഹല്ലേലൂയ പിതാവായി ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ക്രൂശിലൂടെ നൽകി തന്ന രക്ഷയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സത്യം വിളിച്ചു പറയുന്നത്, ഈ സത്യം വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ? ഈ സത്യത്തെ സത്യമല്ലെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? രക്ഷ തന്നവരെ നമ്മൾ വിളിച്ചു പറയണം. രക്ഷ തന്ന രക്ഷകനെ കുറിച്ച് വിളിച്ചു പറയണം. അതിവിടെ എന്തെല്ലാം സംഭവിച്ചാലും വിളിച്ചു പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്തെല്ലാം പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്തെല്ലാം പ്രസംഗങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം സംസാരങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം സംസാരങ്ങൾ നിങ്ങളുടെ ചെവി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ പ്രിയരെ, നിങ്ങളുടെ രക്ഷകനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ അല്പസമയങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അത് നമ്മുടെ രക്ഷകനെ കുറിച്ച് പറയണം. എനിക്ക് രക്ഷ തന്ന കർത്താവിനെ കുറിച്ച് ഞാൻ വിളിച്ചു പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയരേ, ഇവിടെ ദൈവത്തിൻ്റെ ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും കനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തി ആയതൊക്കെയും സൽഗുണമോ പുകഴ്ചയും അതുമൊക്കെയും ചിന്തിച്ചു കൊള്ളുവാനാണ് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവൻ ഏത് സമയത്തും അപകടത്തിലാണ്. മനുഷ്യൻ്റെ ജീവൻ ഏത് സമയത്ത് അപകടത്തിലാണ്. ഞാൻ പറയട്ടെ പ്രിയ സ്തോത്രം. 2017 വരെ മനുഷ്യൻ അല്ലെങ്കിൽ എത്രയോ അഹങ്കാരത്തോടുകൂടി നികളത്തോടുകൂടി ജീവിച്ചിരുന്നു. ആർക്കും കീഴ്പ്പെടാതെ, ആരും അനുസരിക്കാതെ മനുഷ്യൻ എന്തെല്ലാം പടുത്തുയർത്തി, എന്തെല്ലാം മോഹങ്ങളായിരുന്നു മനുഷ്യൻ്റെ ഉള്ളിൽ. 2018 ജലപ്രളയം വന്നതോടുകൂടി മനുഷ്യൻ്റെ സകല അഹങ്കാരങ്ങളും അവിടെ താഴ്ന്നു പോയതായിട്ട് അവിടെ നയിക്കും മാറി നമുക്കറിയാം. 2018 കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്തു? 2019 2020 വന്നു കഴിഞ്ഞപ്പോൾ ലോക രാജ്യങ്ങളിൽ വ്യാപിച്ചത് മഹാവ്യാധി, മഹാമാരി, കൊറോണ. ഒരു കൊറോണയുടെ മുമ്പിൽ മനുഷ്യൻ പെട്ടുപോയെങ്കിൽ, മനുഷ്യൻ ഒന്നുമല്ലാതായി പോയെങ്കിൽ പ്രിയരെ, ഇവിടെ രക്ഷകൻ ആവശ്യമാണ്. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട്, മനുഷ്യൻ്റെ കഴിവ് കൊണ്ട്, മനുഷ്യൻ്റെ പണം കൊണ്ട്, അധികാരം കൊണ്ട്, സ്വാധീനം കൊണ്ട് ഈ മാരകമായ കൊറോണ എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്ന് മനുഷ്യന് സ്വയം രക്ഷ നേടാൻ കഴിയുമായിരുന്നെങ്കിൽ, ഹല്ലേലൂയ അങ്ങനെ സ്വയം രക്ഷ നേടുവാൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ കഴിയുമായിരുന്നെങ്കിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ ഇവിടെ മനുഷ്യൻ മരിക്കത്തില്ലായിരുന്നു.
അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കും, ലോകരാജ്യങ്ങൾക്കകത്ത് ആർക്കും ഈ മഹാവ്യാധിയെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല പ്രിയരെ. ഇതിനെ തടഞ്ഞു നിർത്താൻ കർത്താവായ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വൈറസിൻ്റെ മുമ്പിൽ നമ്മൾ താഴ്ത്തി കൊടുത്തില്ലേ? ഒരു വൈറസിന് മുമ്പിൽ ലോകം എത്ര നാൾ അടച്ചു പൂട്ടിയിട്ട്, ഹല്ലേലൂയ, ഒരു വൈറസിൻ്റെ മുമ്പിൽ എത്രയോ ദിവസങ്ങൾ നാം ഭവനത്തിനകത്തിരുന്നു, ക്വാറന്റൈനിലിരുന്നു. ഒരു വൈറസിന് മുമ്പിൽ നമ്മൾ എത്രയോ ദിവസങ്ങൾ, ഹല്ലേലൂയ, ഭവനത്തിനകത്ത് പുറത്തിറങ്ങാതെ വീടിനകത്ത് അടച്ചു കെട്ടിയിരുന്ന്, ഹല്ലേലൂയ, മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ കൊണ്ടും മനുഷ്യൻ്റെ കഴിവുകൊണ്ടും ഇതിനെ പരിഹരിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ കൊറോണ എന്ന് പറയുന്ന മഹാവ്യാപനം പണ്ടേ മാറിപ്പോയേനെ. പക്ഷേ മനുഷ്യൻ്റെ കഴിവ് കൊണ്ടൊന്നും മനുഷ്യൻ്റെ ചിന്ത കൊണ്ടൊന്നും മാറത്തില്ല. ഇതിനെയൊക്കെ നീക്കാൻ കർത്താവിനെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുന്ന സ്തോത്രം, സകല ജാതികളുമായുള്ളവരെ എങ്കിലേക്ക് തിരഞ്ഞ് രക്ഷപ്പെടാനാണ്, സകലരോട് കർത്താവിലേക്ക് വരാനാണ്. അതോട് പ്രിയരെ, തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കണം ദൈവം വലിയ നാമേ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരമായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ, ഹല്ലേലൂയ, ആമീൻ, ജഡാവതാരം എടുത്ത് സ്തോത്രം, ഹല്ലേലൂയ, ആമീൻ, കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ആമീൻ കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന നല്ല യേശു വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തിനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തെങ്കിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അങ്ങനൊരു നാമമുണ്ട്, ഞാൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പാപമോചനമുള്ളൂ, രക്ഷയുള്ള യേശുക്രിസ്തുവിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അതോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരാൻ കഴിയട്ടെ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണും സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വായിച്ച് പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ്. അതേപറ്റി സ്തോത്രം. ഹല്ലേലൂയ. 1 തിമോഥെയോസിൻ്റെ ലേഖനം, ഹല്ലേലൂയ, 1-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. വായിക്കുമ്പോൾ 1 തിമോഥെയോസിൻ്റെ ലേഖനം, ഹല്ലേലൂയ, 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ എന്നാണ്. ഹല്ലേലൂയ. ഇത് പൗലോസ് പറയുന്ന കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ആമീൻ ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടത് എനിക്ക് കരുണ ലഭിച്ചു. ഹല്ലേലൂയ. പൗലോസ് പാപികൾ ഒന്നാമൻ ഞാനാണെന്ന്. സ്തോത്രം. ആ പാപികൾ ഒന്നാമൻ ഞാൻ, ആ ഒന്നാമനായ പാപിയായി എന്നെ ഈ രക്ഷകനായിരിക്കുന്ന കർത്താവ് വീണ്ടെടുത്ത് ആ വീണ്ടെടുപ്പിൻ്റെ സന്തോഷമാണ് പൗലോസിലൂടെ രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നിത്യരാജാവായി അക്ഷയും, ഹല്ലേലൂയ, അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വം എന്ന് പൗലോസ് രേഖപ്പെടുത്തുക. ഹല്ലേലൂയ. എത്ര സന്തോഷകരമായ വചനമാണ് പ്രിയരെ. അപ്പം യേശുക്രിസ്തു, ഹല്ലേലൂയ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്നാണ്. അത് ഇന്ന് പകരം നമുക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരാൻ സ്തോത്രം. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം, ഹല്ലേലൂയ, 4-ാം അധ്യായം 10-ാമത്തെ വാക്യം കൂടെ ഇവിടെ വായിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഹല്ലേലൂയ. അപ്പം വേദപുസ്തകം എവിടെ വായിച്ചാലും രക്ഷകരായിരിക്കുന്ന കർത്താവിനെ കുറിച്ചാണ്. അതേപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കേട്ട വചനമൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രയോജനമാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് ചെയ്യാതെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കണ്ണുനീരിൻ്റെ നടുവിലൂടെ പാപത്തിൽ വീണ് അല്ലെങ്കിൽ അതിൽ നിന്ന് കയറുവാൻ കഴിയാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ ഒരു തരത്തിൽ രക്ഷപ്പെടുവാൻ കഴിയാതെ കണ്ണുനീരിൻ്റെ അനുഭവത്തിലാണ് കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നിങ്ങൾക്കൊരു രക്ഷകരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പണം ആവശ്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമാണ്, നിങ്ങൾക്കൊരു ജോലി ആവശ്യമാണ്, നിങ്ങൾ വിദേശത്തേക്ക് പോകണമെന്നും നിങ്ങൾക്ക് വലിയൊരു വീട് വേണമെന്നും നിങ്ങൾക്ക് വലിയ ആഡംബര കാർ വേണമെന്നും ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമായ രക്ഷകൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഈ ഭൂമിയിൽ വീണ്ടുന്നതെല്ലാം രക്ഷകൻ നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ സ്തോത്രം. അല്ലെങ്കിൽ അതേപോലെ രക്ഷകനെ സ്വീകരിച്ച രക്ഷകനിലൂടെ നിങ്ങൾക്ക് എല്ലാം കിട്ടും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ
അതുകൊണ്ട് പ്രിയ കണ്ണുകളടക്കി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നാം ദൈവത്തിൻ്റെ വചനം വായിച്ചല്ലോ. സ്തോത്രം. തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ വരവും ഭൂമിയിലെ ജീവിതവും ഭൂമിയിലെ ശുശ്രൂഷയും ഭൂമിയിലെ കർത്താവ് ക്രൂശിലെ മരണമെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യേശു മരിച്ചത് എന്നെ കേൾക്കുന്ന സഹോദരൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യേശു മരിച്ചത് എന്നെ കേൾക്കുന്ന സഹോദരി, മാതാവി, പിതാവി, യുവാവി, എന്നെ കേൾക്കുന്ന കുഞ്ഞെ, നിനക്ക് വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി നിനക്ക് നിത്യമായി സ്വർഗം നൽകാൻ വേണ്ടിയിട്ട് നിനക്കൊരു നിത്യ രക്ഷകൻ ആവശ്യമാണെന്ന് എൻ്റെ കർത്താവിന് മനസ്സിലായി. അതുകൊണ്ടാണ് യേശു നിനക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. യേശു നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് മരിച്ചത്. നിന്നെ പാപത്തിന് വിടുവിച്ച് നിനക്ക് ദൈവസ്നേഹം തന്ന് ആ പിതാവിൻ്റെ സ്നേഹം നിന്നിൽ പകർന്ന് ഈ ഭൂമിയിലെ കഷ്ടതയിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗീയ പദവി നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ അവനോടുകൂടി ഉയർപ്പിച്ച് ദൈവത്തിന് സന്നിധി നമ്മെ ഇരുത്തിയിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്. അതേപോലെ നിങ്ങൾക്ക് സ്വയമായി പറയാൻ കഴിയുമോ? യേശു മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. യേശു എന്ന ഏക രക്ഷകനിലൂടെ മാത്രമേ പാപമോചനമുള്ളൂ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി സ്തോത്രം. ലോകം പാപത്തിലൂടെ കടന്നു പോകുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ നെട്ടോട്ടം ഓടുമ്പോൾ മനുഷ്യൻ്റെ സ്വന്തം കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും അറിവ് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും പണം കൊണ്ടും പ്രതാപം കൊണ്ടും പാരമ്പര്യം കൊണ്ടും മനുഷ്യനെ യാതൊരുവിധ പ്രവൃത്തി കൊണ്ടും മനുഷ്യനെ രക്ഷ നേടുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ മനുഷ്യൻ്റെ നീതിപ്രവർത്തികളെ കരവിരണ്ട തുടി പോലെ നിങ്ങൾ വചനം വായിച്ചതുപോലെ ഹല്ലേലൂയ. കർത്താവ് മാനകുലത്തിൻ്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിലുള്ള രക്ഷ സകല ജനങ്ങളും അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ പാണ്ഡക്കെട്ടുമായി കർത്താവ് കാലങ്ങളായിട്ട് ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്ന അനുകളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം സത്യമായി വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ സത്യം വെളിപ്പെടുവാൻ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ജനം ഇറങ്ങുവാൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്വർഗീയ അനുഭവത്തെ ജീവിപ്പാൻ സകല ജനത്തെ ഒരുക്കണമേ. കർത്താവി നിരാലംബരും വൃത്തരും അശരണമായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. വൃത്തകളെ വൃത്തന്മാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവി ഓൾട്ടേജ് ഹോമിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓർഫണേജായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജുവനൽ ഹോമിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തടവറയിൽ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ദൈവം വിടുതൽ കൊടുക്കണമേ. വഴിയോരങ്ങളിൽ താമസിക്കുന്ന നട്ടുകുടികളെ ഒക്കെ ഓർത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന സകലരിഞ്ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജീവിതത്തിൽ വിവിധ രോഗങ്ങളാൽ ഭാരപ്പെട്ട് മാനസിക രോഗാശുപത്രി കിടക്കുന്നവരും മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരും കർത്താവ് ക്ഷയരോഗ കുഷ്ഠരോഗ ആശുപത്രികളിൽ കിടക്കുന്നവർക്കായി വിവിധ ഹോസ്പിറ്റൽ ചികിത്സയിലായിരിക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. വിവിധ സർജറി കഴിഞ്ഞ് കിടക്കുന്നവരെ സർജറിക്കായി വിധേയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കീമോ ചെയ്യുന്ന ഡയാലിസിസ് ചെയ്യുന്നവരോട് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഒരു രക്ഷകൻ ആവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവ് രക്ഷയുടെ അനുഭവത്തെ സകല ജനങ്ങളുടെ വീഴും ദൈവം പകരണം. പാപമുഖാന്തരം രോഗമുഖാന്തരം മരണം ജീവിതത്തിൽ സംഭവിച്ച മരണത്തിൻ്റെ അനുഭവത്തിൽ കടന്നു പോകുന്ന സകലർക്കും ഒരു വിടുതൽ കൊടുക്കുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കർത്താവ് ഈ സ്തോത്രത്തിന്റെ പകൽ സകല ജനത്തിന് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുകൊണ്ടേക്കണം. തലവേദന, ട്യൂമറും, കണ്ണുവേദന, ചെവിവേദന, ടോൺസൈസ്, തൈറോയ്ഡ് രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ചെവിയുടെയും തലയുടെയും പെടലിലൊക്കെ ബാലൻസ് തെറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഭാരപ്പെടുന്ന ദൈവം സൗഖ്യം കൊടുക്കണമേ. വിവിധമായ അലർജി സംബന്ധമായി തുമ്മൽ, ശ്വാസമുട്ടൽ, കർത്താവ് ശരീരവാസികളെ ചൊറിഞ്ഞ് തടിക്കുന്ന അനുഭവങ്ങൾ, താര സംബന്ധമായ വിഷയങ്ങൾ, കണ്ണിൻ്റെ ചൊറിച്ചുകൾ, ഹല്ലേലൂയ. മുക്കിൽ ദശ വളരുന്നവർ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥി കുഷ്ഠരോഗ ക്ഷയരോഗ ഒക്കെ സൗഖ്യം കൊടുക്കണമേ. ലിവർ ലെൻസ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. എല്ലാ അറ്റാക്കുകളും ബ്ലോക്കുകളും കർത്താവ് മാറിപ്പോകണേ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ലിവറിനകത്ത് വെള്ളം കെട്ടി കർത്താവ് വരണകത്ത് വയറുവീർക്കുന്ന അനുഭവങ്ങൾ അങ്ങനെയുള്ളവർക്കെല്ലാം സൗഖ്യം കൂടെ. മോൺസംബന്ധം എല്ലാ ട്യൂമറും ക്യാൻസർ വിടുവിക്കണമേ. മജ്ജസംബന്ധ ട്യൂമറിന് കർത്താവ് ക്യാൻസർ വിടുവിക്കുവാൻ, എല്ലാ ബ്ലഡ് ക്യാൻസർ ജനം വിടുവിക്കണേ പ്രാർത്ഥിക്കും. പരിശ്രമത എല്ലാ ക്യാൻസറാൽ മുഴകളാൽ ഭാരപ്പെടുന്നവർക്ക് ദൈവം സൗഖ്യം കൊടുക്കണമേ പ്രാർത്ഥിക്കാം. ഉദര സംബന്ധമായി കുടൽ സംബന്ധമായി യൂട്രസ് കിഡ്നി സംബന്ധം അപ്പൻഡിക്സ് വയൽസ് ഹിരണ്യ അടക്കമുള്ള അൾസർ അടക്കമുള്ള രോഗജനത്തെ വിടുവിക്കണമേ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം ഹല്ലേലൂയ. ആയിരിക്കണം 10,000 കർത്താവ് ഭൂതാത്മാക്കളെ ദുരാത്മാക്കളെ ബന്ധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടുക. മനസ്സിൽ സർപ്പം കുരുടന്മാർ കാഴ്ചയിൽ ചികിടന്മാർ കേൾക്കുവാൻ, ഊമരും ബിന്ദുരൊക്കെ സൗഖ്യം പ്രാപിപ്പാൻ, ഹല്ലേലൂയ. രക്തസാധകർ, പക്ഷപാതകർ, ചന്ദ്രരോഗങ്ങളൊക്കെ സൗഖ്യം പ്രാപിച്ച് വിവിധ രോഗങ്ങൾ കടിമകളായിരിക്കുന്ന എല്ലാ ജനങ്ങളും വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ശിരസ്സൂട്ട് ഉള്ളങ്കാലം വ്യാപിക്കുന്ന സകല രോഗത്തിൽ നിന്നും സകല വാദങ്ങളിൽ നിന്നും ഹല്ലേലൂയ. ആമവാദങ്ങൾ, തൂക്ക സംബന്ധമായ സകല
രോഗങ്ങളും എല്ലാ ചൂറിഞ്ഞ് പൊട്ടുന്ന അനുഭവങ്ങളും എല്ലാ പാടുകളിൽ നിന്ന് കർത്താവ് എല്ലാ വെള്ളപ്പാടുകൾ ജനം വിടുവിക്കപ്പെടും. ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മാരകമായുള്ള ശ്വാസ മുട്ടലുകളും കർത്താവ് എല്ലാ അലർജി സംബന്ധ പ്രയാസങ്ങളിൽ ജനത്തെ വിടുവിക്കണമേ. രോഗത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്നവർ വൈകല്യമുള്ളവരോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം സൗഖ്യം കൊടുക്കണമേ. അല്ലെങ്കിൽ നാവിൻ്റെ കെട്ടുകളിച്ച് സംസാരിപ്പാൻ ദൈവം കൃപ കൊടുക്കണമായി. സകലങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്ന സകല ജനത്തിനും ഇതുപോലെ ദൈവിക സൗഖ്യം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. രക്ഷകന്റെ സാന്നിധ്യം സകല ജനത്തിൻ്റെ പേര് പതിർവട്ടയാകണമേ. കഴിഞ്ഞ ചില നാളുകളായി ആക്സിഡന്റിൽ അകപ്പെട്ട് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ ദൈവം സൗഖ്യം കൊടുക്കുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കഷ്ടതയുടെ ആ അനുഭവത്തിൽ കടന്നു പോകുന്ന വ്യത്യസ്ത തരമുള്ള സകല രോഗികൾക്കും ദൈവം സൗഖ്യം കൊടുക്കണം. ഇന്ന് കൊറോണയായിട്ട് ഭാരപ്പെടുന്ന വലിയ സൗഖ്യം പ്രാപിക്കണമേ. വലിയ വയസ്സിൽ ആയിരിക്കുന്നവർക്കെല്ലാം സൗഖ്യം കൊടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേരിയ. കർത്താവിൽ സ്തോത്രമല്ലേരിയ. ആമേ നിരീക്ഷണമായി സൗഖ്യം കൊടുക്കണേ. എല്ലാ തൈറോയ്ഡ് രോഗങ്ങൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവ് അശുദ്ധമായ എല്ലാ ജീവിത സാഹചര്യം വിടിക്കണമേ. വിവിധ കർത്താവ് ഭയത്തിന് അടിമകളായിരിക്കുന്നു എല്ലാ ദൈവം വിടുവിക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം തകർന്ന മനുഷ്യൻ്റെ സമാധാനത്തിൽ കെടുത്തി ആമേ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വ്യത്യസ്തമായ അനുഭവത്തിലുള്ള ശാപത്തിൻ കീഴിലായിരിക്കുന്ന സകല ജനങ്ങളും ഇതുപോലെ യേശു ക്രിസ്തുവാകുന്ന രക്ഷയിലേക്ക് മടങ്ങി വരുവാൻ രക്ഷകനായിരുന്ന യേശു വിടുതൽ പ്രാർത്ഥന ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര് കൊണ്ട് കർത്താവി മുമ്പോട്ട് പോകുന്ന അനുഭവങ്ങൾ, ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്ന ചില ജീവിതങ്ങൾ അവർക്കെല്ലാം നമുക്ക് വിടുതൽ കൊടുക്കണം. ബിസിനസ്സിൽ പരാജയപ്പെട്ടവർ, കർത്താവി കൃഷിയിൽ പരാജയപ്പെട്ടവർ എല്ലാം ദൈവം വിടുവിക്കണമേ. വിവിധ ജോലി നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ ഭവനത്തിനകത്ത് ഭാരപ്പെടുന്നവർ, സാമ്പത്തിക നഷ്ടം കടക്കണിയാൽ ഭാരപ്പെടുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർ എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാ മേഖലയും അത്ഭുതം ചെയ്യണം. കർത്താവ് വിദ്യാഭ്യാസം ചെയ്തിട്ട് പഠിച്ച് ഉന്നതമായ ബിരുദങ്ങൾ എടുത്തിട്ട് ജോലി ലഭ്യമല്ലാതെ നിൽക്കുന്ന അവിടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് ജോലി കൊടുക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും തുറക്കപ്പെടുവാൻ, എല്ലാ തൊഴിൽ മേഖലയും തുറക്കപ്പെടുവാൻ അല്ലെ പ്രാർത്ഥിക്കും. അവസാന ഗവൺമെൻറ്റുകളിൽ എല്ലാ തൊഴിൽ മേഖലയും ആരോഗ്യ മേഖലയും എല്ലാം സാധാരണയിലേക്ക് വരുവാൻ, എല്ലാ ഘടകങ്ങളും തുറക്കപ്പെടുവാൻ, എല്ലാ ഫാക്ടറികളും കമ്പനികളും തുറക്കപ്പെടുവാൻ, എല്ലാ ജോലി സ്ഥാപന കരികളും തുറന്ന് പ്രവർത്തിക്കുന്നതായി എല്ലാ വഴിയോര കച്ചവടങ്ങൾ ആരംഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വാടക കൊടുക്കാൻ മാർഗമില്ലാതെ അനേക ദൈവമക്കളുടെ സകല ജനങ്ങൾ ഭാരപ്പെടുന്നു. അവരെല്ലാം ദൈവം വിടുവിക്കണമേ പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിലൂടെ വിവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ജനത്തെ വിടുവിച്ചു കൊണ്ടിരുവാൻ യേശു ക്രിസ്തുവിനുള്ള കർത്താവിന്റെ മഹാസാന്നിധ്യം ഈ ജനം തിരിച്ചറിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലെ 3.5 കോടിയിലധികം ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തലമുറയ്ക്ക് വേണ്ടി എണ്ണമില്ല എണ്ണത്തിൽ പ്രാർത്ഥന അന്യസ്ഥാന തൊഴിലാളികളെ ഓർത്ത് ഇന്ത്യയിലെ 138 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്നതിൽ 29 സംസ്ഥാനം 7 കേന്ദ്രഭരണ കർത്താവ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ, MLA-മാർ, MP-മാർ, ഗവർണർ, കളക്ടർമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണകൂടത്തിനായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. കർത്താവിനെ പ്രധാനമന്ത്രിയെ പ്രസിഡന്റായി പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രപതിക്ക് വേണ്ടി രാജ്യസഭ, ലോക്സഭ, നിയമസഭ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കർത്താവ് അതിർത്തി കാക്കുന്നത് കർത്താവ് CRP-നായി, BSF-നായി പ്രാർത്ഥിക്കൂല. കർത്താവ് കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രമസമാധാന പാലകർക്ക്, പോലീസിനായി, ആഭ്യന്തര പോലീസിന്റെ വിവിധ വകുപ്പുകൾ, എക്സൈസ് ഫോഴ്സ് വിഭാഗങ്ങൾ, സ്തോത്രമല്ലി മോട്ടോർ ഭാഗത്ത് പെട്രോൾക്കായി ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കായി ക്രൈംബ്രാഞ്ച്, CBI, ഇന്റർപോൾ രംഗം നിൽക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ജുഡീഷ്യൽ, സുപ്രീം കോടതി, ഹൈക്കോടതി, സെഷൻസ്, മുനിസിപ്പൽ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് കോടതികൾ, ഫസ്റ്റ് ക്ലാസ് കോടതികൾ, കർത്താവ് വിഭവത്തിൽ കുടുംബ കോടതികൾ, കെട്ടുകിട കേസുകളിലും തീർപ്പ് കൽപ്പിക്കുക. ചീഫ് സടക്കമുള്ള എല്ലാ ജഡ്ജിമാരെ, അഡ്വക്കേറ്റ് ജനറൽമാരെ, എല്ലാ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിൽ ജോലിയിൽ സഹകരിച്ച് ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. കർഷക മേഖലയിൽ കർത്താവ് കർഷകന് പണിയെടുക്കുന്നവർക്ക് എല്ലാ മേഖലയിൽ അത്ഭുതം ചെയ്യണമേ. ലോകരാജ്യങ്ങളിൽ വൻകരിയിൽ 200 കോടി ജനത്തിന് ധാരണയും വിടുതലിനായി രാഷ്ട്ര തലമുറയ്ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളായിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. മനുഷ്യ പാപത്തിന്റെ പ്രവർത്തികളോട്ട് മാനസാന്തരപ്പെട്ട് യേശു വിശ്വസിപ്പാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് രക്ഷകനായിരിക്കുന്ന കർത്താവിന്റെ രക്ഷ പ്രാപിച്ച് മനുഷ്യൻ നിത്യജീവന് വേണ്ടി ഒരുക്കുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, രക്ഷയിലേക്ക് കടന്നു രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ സകല ജനത്തെ ഒരുക്കണം. അടികളെ പൂർണ്ണമായി താഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.